നമസ്കാരം. വാർത്താരംഭത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഞാൻ അങ്ങനെയാണ് കരുതുന്നത്. കാരണം ആദ്യം ഞാനത് അങ്ങനെ കരുതിയില്ല. ഞാൻ വിചാരിച്ച ആരെങ്കിലും ഇങ്ങനെയുള്ള ചെറുപ്പക്കാരും കൊടുത്തത്. പക്ഷെ തുടർച്ചയായിട്ട് ഒരു ഫാക്ടറിയിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച് വരുന്നത് പോലെ ഇങ്ങനെ ഉൽപ്പാദിപ്പിച്ച് വരികയാണ്. അപ്പോൾ അത് വ്യക്തതയുണ്ട് അതിനകത്ത്. അതിനെ നിരുത്സാഹപ്പെടുത്തിയല്ല, അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണെന്നുള്ളത്. അങ്ങനെയില്ല, പ്രതീക്ഷിക്കാതൊന്നുമില്ല. പക്ഷേ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലക്ക് അതിന്റെ ഒരു ഡിഗ്നിറ്റി കാണിക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. വടകരയിലെ വ്യാജ പ്രചരണത്തിൽ ഷാഫിക്കെതിരെ ആഞ്ഞടിച്ച് കെ ശൈലജ. നുണപ്രചരണങ്ങൾ ഷാഫി നിരുത്സാഹപ്പെടുത്തുന്നില്ല. സ്ഥാനാർത്ഥിയുടെ മാന്യത ഷാഫി കാട്ടിയില്ലെന്നും ശൈലജ. ശൈലജയുടെ ആരോപണം പരാജയഭീതി മൂലമെന്ന് കെ മുരളീധരൻ. ശൈലജയ്ക്കെതിരായ വ്യാജ പ്രചരണത്തിൽ മുസ്ലിം ലീഗ് നേതാവിനെതിരെ കേസെടുത്തു. ബിജെപിക്ക് ഇത്തവണ കൂടുതൽ ക്രൈസ്തവ വോട്ടുകൾ കിട്ടുമെന്ന് കെ സുരേന്ദ്രൻ. ഇതുവരെ കിട്ടാതിരുന്ന വോട്ടുകളും ഇത്തവണ കിട്ടും. ഞങ്ങൾക്ക് ഇതുവരെ കിട്ടാതിരുന്ന ക്രൈസ്തവ വിഭാഗത്തിന്റെ പിന്തുണ ഒരു ഷെയർ ഇത്തവണ ഞങ്ങൾക്കും കിട്ടും. അങ്ങനെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രമായി ക്രിസ്ത്യൻ വോട്ടുകൾ പോവുമെന്ന് നമ്മൾ കരുതേണ്ടതില്ല. ഞാൻ വളരെ വ്യക്തമായും പറയുന്നു, ഇത്തവണ LDFനും UDFനും മാത്രമല്ല NDAക്കും ക്രൈസ്തവ വിഭാഗത്തിന്റെ വലിയ പിന്തുണ കിട്ടും. SDPIയും PDPയും വെള്ളപൂശുന്ന ഇടത് വലത് നിലപാട് തങ്ങൾക്ക് അനുകൂലമെന്നും സുരേന്ദ്രൻ. ആറ്റിങ്ങലിലെ ഇരട്ട വോട്ട് വിവാദം കൊഴുക്കുന്നു. കോടതിയെ സമീപിച്ച UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശ്. തിരുവനന്തപുരത്ത് ഇരട്ട വോട്ട് പരാതിയുമായി BJP. ഒന്നാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. തമിഴ്നാട് അടക്കം 21 സംസ്ഥാനങ്ങളിൽ വോട്ടെടുപ്പ് മറ്റന്നാൾ. കൊട്ടിക്കലാശം ശക്തിപ്രകടനമാക്കാൻ ഒരുങ്ങി പാർട്ടികൾ. കേരളം പോളിംഗ് ബൂത്തിലെത്താൻ ഇനി 9 നാൾ. മാസപ്പടി കേസിൽ അന്വേഷണം വീണ വിജയനിലേക്ക് നീങ്ങുന്നതായി സൂചന. ചോദ്യം ചെയ്യാൻ ED വീണയെ വിളിച്ചു വരുത്തിയേക്കും. മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്ക് പണം നൽകിയതിന്റെ കാരണം വ്യക്തമാക്കാനാകാതെ CMRL. ED നോട്ടീസിനെതിരെ നിയമ നടപടികളുമായി CMR. തൃശൂരിനി പൂരലഹരിയിൽ. സാമ്പിൾ വെടിക്കെട്ട് ഇന്ന് രാത്രി 7:30 തിരുവമ്പാടിയുടെ വെടിക്കെട്ടോടെ തുടക്കം. ആന എഴുന്നള്ളിപ്പിൽ വീണ്ടും സർക്കുലർ ഇറക്കി വനം വകുപ്പ്. ആനകളെ പരിശോധിക്കാൻ പ്രത്യേക സംഘമെത്തും. ഇറാൻ പിടിച്ചെടുത്ത ഇസ്രയേലി കപ്പലിലുള്ളവരെ തടഞ്ഞുവച്ചിട്ടില്ലെന്ന ഇന്ത്യയിലെ ഇറാൻ സ്ഥാനപതി. കപ്പൽ തീരത്തടുപ്പിക്കാനാകാത്തത് മോശം കാലാവസ്ഥ കാരണം. കപ്പലിലുള്ളത് 4 മലയാളികൾ ഉൾപ്പെടെ 17 ഇന്ത്യക്കാർ. ഗാസയിൽ പോലീസ് വാഹനത്തിന് നേരെ ഇസ്രായേൽ വ്യോമാക്രമണം. 8 പേർ മരിച്ചു. ആക്രമണം ഭക്ഷണ വിതരണത്തിനിടെ. ആകെ മരണം 33,000 കടന്നു. ആദ്യം തെരഞ്ഞെടുപ്പ് വാർത്തകൾ. പൊളിറ്റിക്കൽ ഗ്രാൻഡ് ഫിനാലെ co-presented by Berger Paints. 100 years of trust. Powered by ICL FinCorp. ICL FinCorp, the intelligent choice. Educational partners. IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBISലൂടെ Indian Institute of Commerce, ലക്ഷ്യ. Join Indian Institute of Commerce, ലക്ഷ്യ. 21ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിനെതിരെ ആഞ്ഞടിച്ച LDF സ്ഥാനാർത്ഥി കെ ശൈലജ. തനിക്കെതിരായ നുണപ്രചാരണം ഷാഫി നിരുത്സാഹപ്പെടുത്തിയില്ലെന്ന് ശൈലജ ആരോപിച്ചു. ഫേസ്ബുക്കിൽ കൃത്രിമ പേജുകൾ ഉണ്ടാക്കി വ്യാജ വാർത്ത പ്രചരിപ്പിക്കുകയാണ്. ഷാഫി ഇത് അറിയുന്നുണ്ടെന്ന് കരുതുന്നു. സ്ഥാനാർത്ഥിയുടെ മാന്യത ഷാഫി കാട്ടുമെന്ന് പ്രതീക്ഷിച്ചെന്നും കെ ശൈലജ ന്യൂസ് 8നോട് പറഞ്ഞു. ഇമാതിരി കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അത് കൊടുക്കുന്നവരെ തിരിച്ചറിയാൻ ഇപ്പൊ തന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ നാളെ ഖേദിക്കേണ്ടി വരും. കാരണം ഓരോ സ്ഥാനത്തൊക്കെ ഇരിക്കുമ്പം അതിൻ്റെതായിട്ടുള്ള ഒരു ഡിഗ്നിറ്റി നമ്മൾ കാണിക്കുമല്ലോ. അതുകൊണ്ട് ഈ മണ്ഡലത്തിലെ ജനങ്ങളോട് പറയുന്നത്, ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ നിങ്ങൾ തിരിച്ചറിയണം. ഇത്തരത്തിലുള്ള വ്യക്തിഹത്യ എല്ലാവരും മനസ്സിലാക്കണമെന്നാണ്. ഈ സ്ഥാനാർത്ഥിയുടെ പേരിൽ തന്നെ UDF സ്ഥാനാർത്ഥിയുടെ പേരിൽ തന്നെ നൽകാൻ അതിനെന്തെങ്കിലും കാരണമുണ്ടോ?
അല്ല, അത്തരം പേര് വെച്ചിട്ടാണ് ചിലത് കൊടുത്തിട്ടുള്ളത്. അതല്ലെങ്കിൽ അത് അവസാനിപ്പിക്കാനുള്ള നടപടി അവരെടുക്കട്ടെ. ഷാഫി ഇത് അറിയുന്നുണ്ടെന്ന് തന്നെയാണ് ടീച്ചർ കരുതുന്നത്? ഞാൻ അങ്ങനെയാണ് കരുതുന്നത്. കാരണം ആദ്യം ഞാനത് അങ്ങനെ കരുതിയില്ല. ഞാൻ വിചാരിച്ച ആരെങ്കിലും ഇങ്ങനെയുള്ള ചെറുപ്പക്കാരും കൊടുത്തത്. പക്ഷെ തുടർച്ചയായിട്ട് ഒരു ഫാക്ടറിയിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച് വരുന്നത് പോലെ ഇങ്ങനെ ഉൽപ്പാദിപ്പിച്ച് വരികയാണ്. അപ്പോൾ അത് വ്യക്തതയുണ്ട് അതിനകത്ത്. അതിനെ നിരുത്സാഹപ്പെടുത്തിയല്ല, അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണെന്നുള്ളത്. ഷാഫിയിൽ നിന്ന് ടീച്ചർ പ്രതീക്ഷിച്ചില്ല? അങ്ങനെയില്ല, പ്രതീക്ഷിക്കാതൊന്നുമില്ല. പക്ഷേ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലക്ക് അതിൻ്റെ ഒരു ഡിഗ്നിറ്റി കാണിക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. അതിൽ ജനങ്ങൾക്കറിയാം ഞാനൊരു ഭൂമി രാഷ്ട്രീയം പിന്നിൽ നിൽക്കുന്ന ആളല്ല. ഞാൻ അതിനെക്കുറിച്ചൊന്നും വ്യക്തമായിട്ട് എന്താ അഭിപ്രായം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുമാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ തെറ്റായിട്ട് ചില പ്രത്യേക സംഭവങ്ങൾ എടുത്തിട്ട് അതിനകത്ത് എൻ്റെ വർത്തമാനം പകുതി വെട്ടിക്കളഞ്ഞ് പകുതി കൊടുക്കുക, ഇതൊക്കെയാണ് കുറേ ഉണ്ട്. ഞാനതെല്ലാം ഇപ്പോൾ ഇവിടെ പറയുന്നില്ല. അതെല്ലാം വെച്ചുകൊണ്ട് തന്നെ പരാതി കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇലക്ഷൻ കമ്മീഷനൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട്. അതൊക്കെ എൻ്റെ നടപടി വരട്ടെ. പക്ഷേ ഞാൻ ഈ നിയോജക മണ്ഡലത്തിലെ പ്രിയപ്പെട്ട ജനങ്ങളോടാണ് പറയുന്നത്. എന്നെ നിങ്ങൾക്കറിയാം, ഞാനിവിടെ ആരോഗ്യമന്ത്രിയായിരിക്കുമ്പം ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിലും ആരുടെയും രാഷ്ട്രീയം നോക്കിയിട്ടല്ല, ജനങ്ങളുടെ കൂടെ നിന്ന് ഒരു മന്ത്രി എന്താണോ ചെയ്യേണ്ടത് ആ കടമ നിർവഹിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ MP ആയാലും അങ്ങനെ തന്നെയാണ്, ജനങ്ങളുടെ കൂടെ നിന്ന് ചെയ്യും. അതേസമയം കെ ശൈലജയ്ക്കെതിരായ വ്യാജ പ്രചാരണത്തിൽ മുസ്ലിം ലീഗ് നേതാവിനെതിരെ കേസെടുത്തു. ലീഗ് ന്യൂമാഹി പഞ്ചായത്ത് സെക്രട്ടറിയും ന്യൂമാഹി പഞ്ചായത്ത് അംഗവുമായ അസ്ലമിനെതിരെയാണ് കേസെടുത്തത്. വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, ഈ വടകരയിൽ കെ ശൈലജയ്ക്കെതിരെയുള്ള സൈബർ ആക്രമണം അത് വലിയ ചർച്ചയാവുകയല്ലേ ഈ സാഹചര്യത്തിൽ? പ്രത്യേകിച്ച് വളരെ വൈകാരികമായി തന്നെ കഴിഞ്ഞ ദിവസം കെ ശൈലജ വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. ഒപ്പം ഇപ്പോൾ 2 പേർ ഈ സൈബർ ആക്രമണത്തിൽ അവർക്കെതിരെ കേസെടുത്തിരിക്കുന്നു എന്ന വാർത്തയും വരുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അശ്വതി, തീർച്ചയായും തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോഴാണ് വാശിയേറിയ പോരാട്ടത്തിന്റെ എല്ലാ തുടർച്ചയുമുള്ള രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. 2 പേരാണ് കെ ശൈലജയ്ക്കെതിരായ ഈ സമൂഹ മാധ്യമങ്ങളിലെ വ്യാജ പ്രചാരണവുമായി ബന്ധപ്പെട്ട് കേസെടുത്ത് 2 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ഒന്ന് ഈ മുസ്ലിം ലീഗിന്റെ ന്യൂമാഹി പഞ്ചായത്ത് സെക്രട്ടറിയും ന്യൂമാഹി പഞ്ചായത്ത് അംഗവുമായ അസ്ലം എന്നയാൾക്കെതിരെയാണ് മാഹി പോലീസ് കേസെടുത്തിരിക്കുന്നത്. മുസ്ലിങ്ങൾ വർഗീയവാദികളാണ് എന്ന് കെ ശൈലജ പറഞ്ഞു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇയാൾ മങ്ങാട് സ്നേഹതീരം എന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റിട്ടത്. സമൂഹത്തിൽ ലഹള ഉണ്ടാക്കണമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരം പോസ്റ്റിട്ടത് എന്നാണ് അഭിമുഖത്തിൽ കെ ശൈലജ പറഞ്ഞ വാക്കുകൾ മറ്റൊരു രീതിയിൽ എഡിറ്റ് ചെയ്ത് അസ്ലം പോസ്റ്റ് ചെയ്യുകയും ചെയ്യിക്കുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ സൽമാൻ വാളൂർ എന്ന ആൾക്കെതിരെ പേരാമ്പ്ര പോലീസും കേസെടുത്തിരിക്കുന്നു. അസമാനമായ രീതിയിൽ തന്നെ ഈ മുസ്ലിങ്ങൾ വർഗീയവാദികളാണ് അല്ലെങ്കിൽ ലവ് ജിഹാദ് എന്ന് ഉണ്ട് എന്ന് ശൈലജ പറഞ്ഞു എന്നൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരത്തിൽ ഇയാൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇയാൾ സ്ഥിരമായി UDFന്റെ പ്രചാരണ സാമഗ്രികളും അല്ലെങ്കിൽ കെ ശൈലജയ്ക്കെതിരായ കാര്യങ്ങളും മറ്റുമൊക്കെ ഫേസ്ബുക്കിലും മറ്റുമൊക്കെ പോസ്റ്റ് ചെയ്യുന്ന ആളുമാണ്. എന്തായാലും 2 കേസുകൾ എടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഇനിയും കൂടുതൽ ആളുകൾക്കെതിരെ കേസുണ്ടാകും എന്നാണ് നമുക്ക് LDFനോടടുത്ത വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കൂടുതൽ ഇടങ്ങളിൽ ഇവർ കേസ് നൽകാനുള്ള തയ്യാറെടുപ്പിലാണ്. കാരണം ഇത്രയധികം പ്രാധാന്യമുള്ള നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുമ്പോൾ ഇത്തരത്തിലുള്ള വ്യാജ പ്രചാരണങ്ങൾ ഫേസ്ബുക്കിലും മറ്റ് ഓൺലൈൻ മാധ്യമങ്ങളിലുമൊക്കെ കൊടുക്കുമ്പോൾ അത് സ്ഥാനാർത്ഥി അങ്ങേയറ്റം ദോഷകരമായി ബാധിക്കുന്നു എന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. കാരണം 40% മുസ്ലിം വോട്ടർമാരുള്ള ഒരു മണ്ഡലമാണ്. ഇവിടെയാണ് നിരന്തരം ഇത്തരത്തിൽ ഈ കെ ശൈലജ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ നടത്തുന്നതെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള പ്രചാരണങ്ങൾ ഉയർന്നു വരികയും ചെയ്തത്. ഇതിൽ നിന്നും സത്യമേത് അല്ലെങ്കിൽ വ്യാജ വാർത്ത ഇത് എന്ന് കണ്ടെത്താൻ ജനങ്ങൾക്ക് അല്ലെങ്കിൽ വോട്ടർമാർക്ക് കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുവെന്നും LDF പറയുന്നു. എന്തായാലും ഈ സ്ക്രീൻഷോട്ടുകളും അല്ലെങ്കിൽ ഇത്തരം പ്രചാരണങ്ങളുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങൾ ഈ കുറിപ്പുകൾ നിഷേധിച്ച് ഇതിനകം തന്നെ പോസ്റ്റുകളും പുറത്തിറക്കി കടുക്കുമ്പോൾ അരയും തലയും മുറുക്കെയുള്ള പോരാട്ടം നടക്കുമ്പോൾ ഈ വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുന്ന കുഴപ്പങ്ങളും ചെറുതല്ല. എന്തായാലും ഈ ടീച്ചർക്കെതിരായ ഈ സമൂഹ മാധ്യമങ്ങളിലെ അതിക്രമം അവർ പോലീസിന് നൽകിയ പരാതിയിലൊക്കെ ആദ്യഘട്ടത്തിലെ മറുപടിക്കപ്പുറം പിന്നീട് UDF ഒരു മറുപടി നൽകിയിരുന്നില്ല. അല്പസമയത്തിനകം വടകരയിലെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ ഉമാ തോമസും ഒപ്പം കെ രമ MLA-മാരും UDFന്റെ 2 വനിതാ MLA-മാരാണ് അവർ മാധ്യമങ്ങളെ കണ്ട് ഇക്കാര്യത്തിലുള്ള പാർട്ടിയുടെ അവർ 2 പേരും തുടങ്ങുമ്പോൾ അതിലേക്ക് വരാം. ഒപ്പം മനീഷ് സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ ഇപ്പോഴത്തെ ഈ വ്യാജ പ്രചരണം UDFന് അത് വിനയാകുമോ എന്നുള്ള കാര്യം. കേസെടുക്കൽ അടക്കം നടക്കുന്നു, കൂടുതൽ ആളുകൾ അതിന്റെ ഉള്ളിലേക്ക് വരുന്നു. അത് അവർക്ക് തിരിച്ചു കൊത്തുമോ എന്നുള്ള കാര്യം കൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുകയാണ്. നിലവിൽ MPയാണ്, 2 കൊല്ലം കൂടി തുടരണം. ഇവിടെ നിലവിലുള്ള ഇപ്പോഴത്തെ
കാലാവധി തീരാൻ പോകുന്ന MP ആണ് ആരിഫ്. ആരിഫ് ജയിക്കുന്നതോടെ 2 MP മാർക്കുള്ള സാധ്യതയാണ്. ഒരു MP വേണോ 2 MP വേണോ എന്നുള്ളതാണ് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഈ നിയോജകമണ്ഡലത്തിലെ ജനങ്ങൾ 2 MP ഉണ്ടാവട്ടെ എന്ന് തീരുമാനിക്കും. ഇവിടെ ലോക്സഭാ MP അവിടെ രാജ്യസഭാ MP ഉണ്ടാവുന്നതാണ് യഥാർത്ഥത്തിൽ വരാൻ പോകുന്ന വിധി എന്ന കാര്യം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നെ BJPക്കെതിരായിട്ടാണ് ഞങ്ങളുടെ മത്സരം എന്നാണ് കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ BJP ഇല്ലാതെ കേരളത്തിലാണ് 2 പ്രമുഖരും മത്സരിക്കുന്നത്. ആ മത്സരത്തിനും രസകരമായ ഒരു കാര്യം, അവർക്ക് യഥാർത്ഥത്തിൽ പതാക ഉയർത്താനാവുന്നില്ല എന്നുള്ളതാണ്. കോൺഗ്രസിന്റെ പതാകയും വേണ്ട, ലീഗിന്റെ പതാകയും വേണ്ട എന്ന കാര്യം യഥാർത്ഥത്തിൽ അവർക്ക് ആ തരത്തിലുള്ള നിലപാട് സ്വീകരിക്കേണ്ടി വന്നത് കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് ആദ്യമായി രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്നപ്പോൾ വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് യഥാർത്ഥത്തിൽ കാര്യമായിട്ട് നേതൃത്വം നൽകുന്നത് ലീഗാണ്. കോൺഗ്രസിന്റെ പതാകയും ലീഗിന്റെ പതാകയും അന്ന് നോമിനേഷൻ കൊടുക്കുന്ന സന്ദർഭത്തിൽ ഉൾപ്പെടെ ഉപയോഗിച്ചു. പക്ഷെ നോമിനേഷൻ കൊടുത്ത് ഡൽഹിയിലേക്ക് തിരിച്ചെത്തുന്ന സന്ദർഭമാകുമ്പോഴേക്ക് BJP വ്യാപകമായ പ്രചാരവേല സംഘടിപ്പിച്ചു. അത് ഓരോന്നുമല്ല, കോൺഗ്രസിന്റെ പതാകയോടൊപ്പം പാകിസ്ഥാൻ പതാക ഉയർത്തിയിരിക്കുന്നു എന്നാണ് അന്ന് വിമർശിച്ചത്. ആ വിമർശനത്തിന് ശരിയായ മറുപടി ഇത് മുസ്ലിം ലീഗിന്റെ പതാകയാണെന്നും മുസ്ലിം ലീഗിന്റെ സഹായത്തോടുകൂടിയാണ് ഞാനവിടെ മത്സരിച്ച് ജയിക്കുന്നത് എന്നും പറയാനുള്ള ആർജവം യഥാർത്ഥത്തിൽ അവർ കാണിക്കേണ്ടതാണ്. രാഹുൽ ഗാന്ധി ആ തുറന്നു പറയൽ നടത്തിയില്ല. മുസ്ലിം ലീഗിനെ തമസ്കരിക്കുകയാണ് ചെയ്തത്. കോൺഗ്രസ്സാണ് ജയിപ്പിക്കുന്നത് എന്നുള്ള രീതിയിലാണ്. നമുക്കെല്ലാവർക്കും അറിയാം, വയനാട് നിയോജകമണ്ഡലത്തിൽ മുസ്ലിം ലീഗിന്റെ വോട്ടില്ലായെങ്കിൽ അവിടെ കോൺഗ്രസ് ജയിക്കുന്ന പ്രശ്നം ഉത്ഭവിക്കുന്നില്ല. അപ്പോൾ അത്രയും പ്രാധാന്യം ഉണ്ടായിട്ടും അത് വിശദീകരിക്കാൻ യഥാർത്ഥത്തിൽ അവർ തയ്യാറായില്ല എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കഴിഞ്ഞ അനുഭവം വെച്ച് BJP ഭയം, BJPയുടെ വിമർശന ഭയം കൊണ്ട് അവർ ആദ്യം തീരുമാനിച്ചു മുസ്ലിം ലീഗിന്റെ കൊടി വേണ്ട. മുസ്ലിം ലീഗിന്റെ കൊടി വേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ കോൺഗ്രസിന്റെ കൊടി ഉയർത്തിക്കൊണ്ടു പോകാൻ സാധിക്കില്ല എന്ന് അവർക്കറിയാം. അതുകൊണ്ട് തീരുമാനിച്ചു 2 കൊടിയും വേണ്ട. ഇങ്ങനെ കൊടി ഉപേക്ഷിച്ച തെരഞ്ഞെടുപ്പ് നടത്താൻ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന് നിർബന്ധിതമായ ഒരവസ്ഥ ഉണ്ടായത് BJP ഭയം കൊണ്ടാണ്. ഈ BJPയുടെ വിമർശനത്തെ തന്നെ ഭയപ്പെടുന്ന ഇവർക്ക് എങ്ങനെയാണ് വാസ്തവത്തെ നേരിടാനാവുക? ആലപ്പുഴയിൽ MP ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. കോൺഗ്രസ് പതാക ഉപയോഗിക്കാത്തതിനെ, പ്രചാരണത്തിൽ പതാക ഉപയോഗിക്കാത്തതിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയായിരുന്നു. മുസ്ലിം ലീഗിന്റെ കൊടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രചാരണം നടത്താനുള്ള ആർജവം രാഹുൽ ഗാന്ധി കാണിക്കുന്നില്ല എന്ന വിമർശനമാണ് MP ഗോവിന്ദൻ ഉയർത്തിയത്. വടകരയിലേക്ക് തന്നെ തിരിച്ചു വരുമ്പോൾ വടകരയിൽ KK ശൈലജയുടെ ആരോപണം പരാജയഭീതി മൂലമെന്നാണ് K മുരളീധരൻ പറയുന്നത്. കേസ് കൊടുക്കുന്നതിനെ സ്വാഗതം ചെയ്യുന്നെന്നും മുരളീധരൻ ന്യൂസ് 8നോട് പറഞ്ഞു. ഇതൊക്കെ CPMന്റെ ഈ കുടിൽ വ്യവസായം പോലെ ബോംബുണ്ടാക്കി എതിരാളികളെ തകർക്കുന്ന ആ പഴയ നൂറ്റാണ്ട് സംസ്കാരത്തിൽ നിന്നും ആ പാർട്ടി പുറത്തു കടന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ഇത്തവണ ബോംബ് രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുമ്പോൾ അവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അതിനുണ്ടാക്കുന്ന ഓരോ കഥകളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും അന്വേഷിക്കേണ്ടവരല്ലേ, വെറുതെ പരാതി എഴുതി കൊടുക്കേണ്ട, അവർ തന്നെ അന്വേഷിക്കേണ്ട, അവരെ ഗവൺമെൻറ് അല്ലേ. ഇതൊന്നും വടകരയിൽ ചിലവാവില്ല. ഞാൻ പറഞ്ഞു, എന്ത് വന്നാലും ടീച്ചറോടെ തോൽക്കും, അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല.
ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് 9 ദിവസം മാത്രം ബാക്കി നിൽക്കെ ഇരട്ട വോട്ട് വിവാദം കൊഴുക്കുകയാണ്. ഇരട്ട വോട്ട് ആരോപിച്ച് കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശ്. ഇരട്ട വോട്ട് ആരോപിച്ച് തിരുവനന്തപുരം മണ്ഡലത്തിൽ BJPയും രംഗത്ത് വന്നിട്ടുണ്ട്. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേരുന്നു. ഡാൻ, ഇനി 9ാം ദിവസം നമ്മൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ്. ആ സമയത്ത് ഇരട്ട വോട്ട് വിവാദം കോടതി കയറുമ്പോൾ അത് ഏത് രീതിയിൽ ആരെയൊക്കെ ബാധിക്കും? ഈ തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ BJP എന്താണ് പറയുന്നത്? അശ്വതി, 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ആറ്റിങ്ങൽ മണ്ഡലത്തിൽ മത്സരിച്ച UDF സ്ഥാനാർത്ഥി അവിടെ വലിയ തോതിൽ ഇരട്ട വോട്ടുകൾ ഉണ്ട് എന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. അതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുകയും ആ ഇരട്ട വോട്ടുകൾ മാറ്റുന്ന തരത്തിലേക്കൊക്കെ നടപടികൾ മാറുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വോട്ടർ പട്ടിക തയ്യാറാക്കിയതിൽ 1,61,000 ഇരട്ട വോട്ടുകൾ ഇടം പിടിച്ചിട്ടുണ്ട് എന്ന ഗുരുതരമായ ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് അടൂർ പ്രകാശ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അദ്ദേഹം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയിരുന്നു. പക്ഷേ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇത് തള്ളിക്കളയുകയാണ് ചെയ്തത്. അദ്ദേഹം പറഞ്ഞത് ഈ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതടക്കമുള്ള നടപടികൾ വളരെ ട്രാൻസ്പെറന്റ് ആയിട്ടാണ്, സുതാര്യമായിട്ടാണ് നടന്നിരിക്കുന്നത്. അതിലൊരു തരത്തിലുള്ള കൃത്രിമവും നടന്നിട്ടില്ല എന്നാണ്. പക്ഷേ ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്ന പരാതിയിൽ അടൂർ പ്രകാശ് വ്യക്തമാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട അന്തിമമായ പട്ടിക തയ്യാറാക്കുന്നതും അത് പ്രസിദ്ധീകരിക്കുന്നതുമൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണ് എങ്കിലും അതിന്റെ നടപടിക്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് സർക്കാർ ജീവനക്കാരാണ്. അങ്ങനെ സർക്കാരിനോട് അനുഭവമുള്ള ജീവനക്കാർ അവർക്ക് വേണ്ടി ഈ വ്യാജ വോട്ടുകൾ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഈ ഇരട്ട വോട്ടുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അത്തരത്തിലുള്ള നടപടിയാണ് ഇവിടെ ഉണ്ടായിരിക്കുക. അങ്ങനെ 1,61,000 ഇരട്ട വോട്ടുകൾ ഉണ്ട് എന്നാണ് അടൂർ പ്രകാശ് ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്ന പരാതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും കോടതിയുടെ ഭാഗത്ത് നിന്ന് എന്ത് തരത്തിലുള്ള ഇടപെടലായിരിക്കും ഈ വിഷയത്തിൽ ഉണ്ടാകുക എന്നതാണ് നിർണായകം. അതോടൊപ്പം തന്നെയാണ് തിരുവനന്തപുരത്ത് BJPയും സമാനമായ ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിരിക്കുന്നത്. 40,000-ഓളം ഇരട്ട വോട്ടുകൾ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഉണ്ട് എന്ന് കാണിച്ചുകൊണ്ടാണ് ജില്ലാ കളക്ടർ ജെറോമിക് ജോർജിന് BJP പരാതി നൽകിയിരിക്കുന്നത്. പക്ഷേ ജില്ലാ കളക്ടർ ഈ പരാതിയിൽ അടിയന്തരമായ നടപടി എടുത്തില്ല എന്ന ആക്ഷേപവും BJP കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. അശ്വതി, ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇരട്ട വോട്ട് കോടതിയിലേക്ക് എത്തിയിരിക്കുമ്പോൾ ഇനിയുള്ള നടപടികൾ എങ്ങനെയാകും, ആർക്കത് തിരിച്ചടിയാകുമെന്നൊക്കെയുള്ള കാര്യം നമുക്ക് നോക്കിക്കാണേണ്ടതുണ്ട്. 1ാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കുകയാണ്. 21 സംസ്ഥാനങ്ങളിലെ 102 മണ്ഡലങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുക. തമിഴ്നാട്ടിൽ ഒറ്റഘട്ടമായാണ് തെരഞ്ഞെടുപ്പ്. രാജസ്ഥാനിലെ 12 മണ്ഡലങ്ങളിലും മധ്യപ്രദേശിലെ 6 മണ്ഡലങ്ങളിലും ആസമിലെ 5 മണ്ഡലങ്ങളും ബീഹാറിൽ 4 മണ്ഡലങ്ങളുമാണ് ഇന്ന് പരസ്യപ്രചാരണം അവസാനിക്കുന്നത്. ഉത്തർപ്രദേശിലെ 8 മണ്ഡലങ്ങളിലും ആദ്യഘട്ടത്തിലാണ് വോട്ടെടുപ്പ് നടക്കുക. റോഡ് ഷോയും മറ്റുമായി കൊട്ടിക്കലാശം ശക്തിപ്രകടനമാക്കി മാറ്റാനുള്ള ഒരുക്കത്തിലാണ് പാർട്ടികൾ. മനു ഭരത്താണ് ചേരുന്നത് നാഷണൽ ഡെസ്കിൽ നിന്ന്. മനു, ഇന്ന് പരസ്യപ്രചാരണം അവസാനിക്കുന്നു എന്ന് പറയുമ്പോൾ കൊട്ടിക്കലാശം ഗംഭീരമാക്കാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും. ഏതൊക്കെ പ്രമുഖ പാർട്ടിയുടെ ഏതൊക്കെ നേതാക്കൾ എവിടെയൊക്കെയാണുള്ളത്, എന്തൊക്കെയാണ് വിവരങ്ങൾ? അശ്വതി, ഇന്ന് 22 ഇടങ്ങളിൽ, സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളുമായുള്ള 21 ഇടങ്ങളിൽ ആണ് ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 102 മണ്ഡലങ്ങൾ ആണ് തെരഞ്ഞെടുപ്പ് നേരിടുന്നത്. ഈ ആദ്യഘട്ടം പൂർത്തിയാകുന്നതോടുകൂടി 10 ഇടങ്ങളിൽ, സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളുമായ 10 ഇടങ്ങളിൽ തെരഞ്ഞെടുപ്പ് പൂർണ്ണമായും പൂർത്തിയാകും. ബാക്കി 11 ഇടങ്ങളിലാണ് ഘട്ടം ഘട്ടമായുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അരുണാചൽ പ്രദേശ്, ആസാം, ബീഹാർ, ഛത്തീസ്ഗഡ്, അതുപോലെ മധ്യപ്രദേശ്, രാജസ്ഥാൻ, മണിപ്പൂർ, മേഘാലയ, മിസോറം തുടങ്ങി ഉള്ള സ്ഥലങ്ങളിൽ ആണ് തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കുന്നത്. ഇന്ന് ഇതിൻ്റെ കൊട്ടിക്കലാശം വളരെ വിപുലമാക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നു. നിരവധി പ്രമുഖർ ഇന്ന് തെരഞ്ഞെടുപ്പ് നേരിടുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രമുഖനായി നിൽക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളാണ്. അത് അണ്ണാമലൈ അവിടെ കോയമ്പത്തൂരിൽ നിന്നാണ് മത്സരിക്കുന്നത്. അണ്ണാമലൈ കോയമ്പത്തൂരിൽ മത്സരിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ ത്രികോണ മത്സരം ഉണ്ടാകും എന്നതാണ് ഒരു കണക്കുകൂട്ടൽ. DMKയുടെ ഗണപതി രാജ്കുമാറാണ് എതിരാളി. ഒപ്പം തന്നെ സിംഗൈ ജി രാമചന്ദ്രൻ ADMK സ്ഥാനാർത്ഥിയായി രംഗത്തുണ്ട്. 1998 അവിടെ നിന്നാണ് BJP ജയിച്ചത്. CP രാധാകൃഷ്ണനായിരുന്നു അന്ന് സ്ഥാനാർത്ഥി. ആ വിജയം തനിക്ക് ആവർത്തിക്കാൻ കഴിയും എന്ന ഒരു പ്രതീക്ഷയിലാണ് അണ്ണാമലൈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഗൗണ്ടർ വിഭാഗത്തിൻ്റെ പിന്തുണ തനിക്കുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. അതേസമയം തമിഴിസൈ സൗന്ദരരാജൻ സൗത്ത് ചെന്നൈയിൽ നിന്നാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. സൗത്ത് ചെന്നൈയിൽ തെലങ്കാന ഗവർണർ സ്ഥാനം രാജിവെച്ചാണ് തമിഴിസൈ സൗന്ദരരാജൻ അവിടെ മത്സരത്തിനായി എത്തിയിട്ടുള്ളത്. അവിടെ പ്രധാന സ്ഥാനാർത്ഥി DMKയുടെ സുമതി തമിഴ്ച്ചി
ആണ് അവിടുത്തെ DMK-യുടെ പ്രധാന സ്ഥാനാർത്ഥി. ഈ സുമതി തങ്കപാണ്ഡ്യൻ അവിടെ കഴിഞ്ഞ തവണ വിജയിച്ചിട്ടുള്ളതാണ്. അവർ എഴുത്തുകാരിയും അതുപോലെ പഴയ DMK നേതാവ് V തങ്കപാണ്ഡ്യൻ്റെ മകളും ആണ്. പക്ഷേ ഇത്തവണ ഈ IT വിഭാഗത്തിനൊക്കെ വലിയ സ്വാധീനമുള്ള IT സെക്ടറിൽ ജോലി ചെയ്യുന്ന ആളുകൾ ധാരാളം താമസിക്കുന്ന മൈലാപ്പൂർ അതുപോലെ ടി നഗർ തുടങ്ങിയ പ്രദേശങ്ങൾ ഈ മണ്ഡലത്തിന് താഴെ വരും. അത് BJPക്ക് ഗുണം ചെയ്യും എന്നാണ് അവരുടെ ഒരു കണക്കുകൂട്ടൽ. മാത്രമല്ല ഈ വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് ഉണ്ടായ പ്രശ്നങ്ങൾ ഒരു നേട്ടമായി അല്ലെങ്കിൽ ആ DMK-ക്ക് ഉയർത്തിക്കാണിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ അത് BJPക്ക് ഗുണം ചെയ്യും എന്നൊരു പ്രതീക്ഷ അവിടെ ഉണ്ട്. തൂത്തുക്കുടിയിൽ DMK സ്ഥാനാർത്ഥി കനിമൊഴി മത്സരിക്കുന്നു. കനിമൊഴി തൻ്റെ വിജയം ഉറപ്പാണ് എന്ന മട്ടിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. കാരണം കഴിഞ്ഞ വർഷം 3,47,000 വോട്ടുകൾക്കാണ് കനിമൊഴി അവിടെ BJPയുടെ തമിഴിസൈ സൗന്ദരരാജനെ തൂത്തുക്കുടിയിൽ പരാജയപ്പെടുത്തിയത്. ഇത്തവണ തമിഴിസൈ അവിടെ മത്സരിക്കുന്നില്ല. ഏതായാലും കനിമൊഴിക്ക് ഇത്തവണ വലിയ എതിരാളികൾ ഇല്ല എന്നതാണ് അവിടുത്തെ ഒരു പ്രധാന കാര്യം. AIDMK, DMK, SDPI അതുപോലെ പുതിയ തമിഴകം തുടങ്ങിയ സഖ്യകക്ഷികൾ ഒരു തെരഞ്ഞെടുപ്പിന് നേരിടുമ്പോൾ BJP പാട്ടാളി മക്കൾ കക്ഷിയും അതുപോലെ തമിഴ് മാനില കോൺഗ്രസും ഒക്കെയായി സഖ്യം ചേർന്നിരിക്കുന്നു. AIDMK-യുടെ OPS ഇത്തവണ തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ട് എന്നതാണ് ഒരു പ്രധാന കാര്യം. രാമനാഥപുരത്താണ് OPS മത്സരിക്കുന്നത്. O പന്നീർസെൽവം അവിടെ BJP സ്ഥാനാർത്ഥിയായി എത്തുന്നു. അവിടെ നേരത്തെ BJPയുടെ സ്ഥാനാർത്ഥി നൈനാർ നാഗരത്തിനം ആയിരുന്നു. ഇത്തവണ അദ്ദേഹം അവിടുന്ന് മാറി തിരുനെൽവേലിയിലേക്കാണ് മത്സരിക്കുന്നത്. OPS തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. ശിവഗംഗയിൽ BJPയുടെ ദേശീയ സെക്രട്ടറി ആയിരുന്ന H രാജ മത്സരിക്കുന്നു. കന്യാകുമാരിയിൽ മുൻ കേന്ദ്രമന്ത്രി പൊൻ രാധാകൃഷ്ണൻ വിജയ് വസന്തരെയാണ് നേരിടുന്നത്. ഇനി ഉത്തരേന്ത്യയിലേക്ക് വരികയാണെങ്കിൽ അവിടെ ചിന്ദ്വാരയിൽ നകുൽനാഥ് മത്സരിക്കുന്നു. നകുൽനാഥ് നമുക്കറിയാം മുൻ മുഖ്യമന്ത്രി കമൽനാഥിൻ്റെ മകൻ കൂടിയാണ്. 9 തവണ ചിന്ദ്വാരയിൽ നിന്ന് കമൽനാഥ് ജയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും ആ മണ്ഡലത്തിൽ നിന്ന് ജയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അത് തൻ്റെ ഒരു കുടുംബ സ്വാധീനമുള്ളൊരു മണ്ണ് എന്ന നിലയിൽ കമൽനാഥ് കാണുന്നു. ജോർഹത്തിൽ ഗൗരവ് ഗൊഗോയും അതുപോലെ ദിൽബർഗയിൽ ആസാമിലെ മുൻ മുഖ്യമന്ത്രി സർബാനന്ദ സോണോവാളും തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു. അങ്ങനെ വലിയ പ്രമുഖർ അണിനിരക്കുന്നതാണ് ഈ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ്. ശരി മനു, എന്തായാലും 21 സംസ്ഥാനങ്ങളിലെ 102 മണ്ഡലങ്ങളാണ് മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. മനു ഭരത്താണ് വിശദവിവരങ്ങൾ നൽകിയത്. ഇടവേള. വീണ്ടും തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് തന്നെയാണ്. തൃശൂരിൽ പത്മജ ഇഫക്റ്റ് ഇല്ലെന്ന മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി K മുരളീധരൻ. കോൺഗ്രസിന് കൂടുതൽ വനിതാ വോട്ടർമാരുടെ പിന്തുണ ഇത്തവണയുണ്ട്. ക്രൈസ്തവ സഭകളുടെ വോട്ട് BJPക്ക് കിട്ടില്ല. തൃശൂരിൽ എതിർ സ്ഥാനാർത്ഥികൾ ഇരുവരും ശക്തരെന്നും K മുരളീധരൻ ന്യൂസ് 8നോട് പറഞ്ഞു. നമസ്കാരം. ഏറ്റവും ശക്തമായ പോരാട്ടം നടക്കുന്ന തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥി ആരാണ്? കോൺഗ്രസിന് അതിനുള്ള ഉത്തരം K മുരളീധരൻ എന്ന പേരാണ്. ഇന്ന് നമുക്കൊപ്പം രാവിലെ ചേരുമ്പോൾ പ്രചാരണത്തിന്റെ തിരക്കിലേക്ക് കടക്കുകയാണ്. ഈ 3 മുന്നണികളിലും ഏറ്റവും അവസാനം പ്രചാരണം തുടങ്ങിയത് കോൺഗ്രസാണ്. ഈ ഓടി എത്താൻ കഴിഞ്ഞോ? എല്ലാവരും തീർച്ചയായിട്ടും. കാരണം 41 ദിവസത്തിലും കൂടുതൽ കിട്ടുന്നുണ്ട്. എനിക്ക് വടകരയിൽ 27 ദിവസമേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇത് 41 ദിവസമൊക്കെ ധാരാളം. ഏതാണ്ടൊക്കെ ഓടിയെത്തിക്കഴിഞ്ഞു. ഓടിയെത്തി അവരോടൊപ്പം കുറച്ചുകൂടെ മുമ്പിലേക്ക് പോയി. ആത്മവിശ്വാസം എത്രയുണ്ട്? 100% ജയിക്കുന്നുള്ള ആത്മവിശ്വാസമുണ്ട്. കോൺഗ്രസിന്റെ ക്രൈസിസ് മാനേജർ എന്ന് എപ്പോഴും വിളിക്കുന്ന ഒരാള്, അങ്ങനെ എല്ലാ പ്രതിസന്ധിയിലും കോൺഗ്രസ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരാൾ കൂടിയാണ്. ആ പ്രതീക്ഷ സ്വാഭാവികമായിട്ടും തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലുമുണ്ട്. പക്ഷെ മത്സരം കടുത്തതല്ലേ ഇത്തവണ? മത്സരം കടുക്കുമല്ലോ. സ്വാഭാവികമായിട്ട് 3 മുന്നണികളുടെ ശക്തമായിട്ടുള്ള മത്സരം വരുമ്പോൾ മത്സരം കടുക്കും. അതിൽ മത്സരം സോഫ്റ്റ് ആവണോ ഹാർഡ് ആവണോ നമ്മളല്ല തീരുമാനിക്കുക. അത് സ്ഥാനാർത്ഥികളെ ആശ്രയിച്ചിരിക്കുന്നു. അപ്പോൾ LDFിൻ്റെയും UDFിൻ്റെയും NDAയുടെയും സ്ഥാനാർത്ഥികളൊക്കെ വളരെ അറിയപ്പെടുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും മത്സരം കടുക്കും. BJPയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഈ പറഞ്ഞ, അതായത് ഇതൊന്നും നമ്മൾ തെരഞ്ഞെടുപ്പിൽ ഉയർത്തിപ്പിടിക്കാൻ പാടില്ല എന്ന് പറയുന്ന പല കാര്യങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രചാരണം നടത്തുന്നു എന്നുള്ള വിമർശനമുള്ള ഒരു പാർട്ടി. പക്ഷേ BJP തൃശ്ശൂർ വല്ലാതെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അത് ദേശീയ നേതൃത്വം തന്നെ ആ മണ്ഡലത്തിന് കൊടുക്കുന്ന ഒരു പ്രാധാന്യമുണ്ടല്ലോ. അത് 2 കാരണം കൊണ്ടാണ്. ഒന്ന്, കോൺഗ്രസിന് നല്ല ശക്തിയുള്ള നിയോജകമണ്ഡലത്തിൽ അവർക്ക് കുറേ വോട്ട് കിട്ടി കഴിഞ്ഞവണ. അതാണ് അവർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കാരണം. പെട്ടെന്ന് വന്ന സുരേഷ് ഗോപി 28% വോട്ട് വാങ്ങി. അപ്പോൾ അദ്ദേഹം ഇവിടെ തന്നെ നിന്ന് പ്രവർത്തിക്കുമ്പോൾ അത് 34 എത്തിക്കുക എന്നൊക്കെയുള്ള കാൽക്കുലേഷനാണ് അവർക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ അത് 30-31% ഒരിക്കലും ഇനി കൂടാൻ പോകുന്നില്ല.
അത് വിവിധ ചാനലുകൾ നടത്തിയ സർവേയിലൊക്കെ 30-31%. അതിൽ കൂടുതലൊന്നും ഇനി അവർക്ക് കിട്ടില്ല. അതിൽ കുറയാനാണ് സാധ്യത മുഴുവൻ. ഈ ക്രൈസ്തവ സഭകളുടെ ഒരു പിന്തുണ പരോക്ഷമായിട്ടും പരസ്യമായിട്ടും ഒക്കെ ഉണ്ട് എന്നൊരു അവകാശപ്പെടുന്നുണ്ടല്ലോ BJP. 1% പോലും ശരിയല്ല. ക്രൈസ്തവ സംഘടനകളൊന്നും അങ്ങനെ BJPയിലേക്ക് 1% പോലും ചാഞ്ഞിട്ടില്ല. അവർ പരമ്പരാഗതമായിട്ട് കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ ആ വോട്ട് ഇത്തവണ UDF തന്നെ കിട്ടുമെന്ന് എനിക്ക് 101% ഉറപ്പുണ്ട്. തൃശ്ശൂരിൽ ഇപ്പം BJP ഇങ്ങനെ ഒരു ഫാക്ടറായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് ചോദിക്കുകയാണ്, തൃശ്ശൂരിലൊരു പത്മജ ഫാക്ടർ ഉണ്ടോ? 1% പോലും ഇല്ല. കാരണം പത്മയ്ക്ക് ഇവിടെ നിന്ന് ആരെയും കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടൊന്നുമില്ല. ഏതോ കുറച്ച് ആൾക്കാർ മാറി നിന്നവരെയൊക്കെ ഒരു കൂട്ടായിട്ട് പിടിച്ചിട്ട് 10-20 പേര് എന്നൊക്കെ പറഞ്ഞു. 10-20 പേരൊന്നുമില്ല, ആകെ 4-5 പേരേ ഉള്ളൂ. അവരെന്നെ ആക്റ്റീവായിരുന്നില്ല. അവർ കുറേ കാലമായിട്ട് ആക്റ്റീവല്ല. അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരെ പിടിച്ച് BJP ആയി എന്ന് പറഞ്ഞാൽ അതൊന്നും ഒരു സമൂഹത്തിൽ ഒരു ചലനം പോലും ഉണ്ടാക്കില്ല. ഇന്നലെ മഹിളാ കോൺഗ്രസിൻ്റെ കൂട്ടായ്മ ഉണ്ടായിരുന്നു, നല്ല ജനപ്രാതിനിധ്യം ഉണ്ടായിരുന്നല്ലോ. അവർ പത്മജ കോൺഗ്രസിലുണ്ടായിരുന്ന കാലത്ത് അങ്ങനെ ഒരു പരിപാടി നടന്നിട്ടില്ല തൃശ്ശൂർ ജില്ലയിൽ. അത്ര ഗംഭീരമായിട്ട് ഇന്നലെ നടത്തിയില്ലേ. ഏതെങ്കിലും സമയത്ത് BJPയിലേക്ക് കെ മുരളീധരൻ എന്ന നേതാവിന് ഓഫർ വന്നു? ഞാൻ ആർക്കും എന്നെ സമീപിക്കാൻ ധൈര്യമൊന്നും ഉണ്ടായിട്ടില്ല. എൻ്റെ നിലപാട് നന്നായിട്ട് അറിയുന്ന നേതാക്കന്മാർ തന്നെയാണ് BJPയിലുള്ളത്. അങ്ങനെ 1% ഒരാൾക്ക് പോലും എന്നെ വന്ന് അപ്രോച്ച് ചെയ്യാൻ ധൈര്യം ഉണ്ടായിട്ടില്ല. ഒരു ഓഫറും വന്നിട്ടില്ല. അങ്ങനെ ഒരു ഓഫർ കൊണ്ട് വന്ന ആളാണെങ്കിൽ ഞാൻ നല്ല ഭാഷയിൽ തന്നെ പറഞ്ഞു വിട്ടേനെ. ഏതായാലും ഇതുവരെ എൻ്റെ അടുത്ത് വന്നിട്ടില്ല. തൃശ്ശൂർ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ പ്രധാനമന്ത്രി പലതവണ വരുന്ന ഒരു സ്ഥലം കൂടിയാണ്. നേരത്തെ നമ്മൾ BJPയുടെ ഒരു ഇത് പോസിബിലിറ്റി ഇല്ലായ്മയെക്കുറിച്ചും പറഞ്ഞു. പക്ഷെ പ്രധാനമന്ത്രി താരപ്രചാരകനായിട്ട് നിൽക്കുന്നു, കാണിക്കുന്നത് മോദിയുടെ ഗ്യാരണ്ടിയാണ്, ഞങ്ങളൊരു കേന്ദ്രമന്ത്രിയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഒരു കേന്ദ്രമന്ത്രി ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ 5 കൊല്ലം. രണ്ടാമതൊരു മന്ത്രി ഇപ്പോൾ വന്നതാണ്. ആദ്യം കേന്ദ്രമന്ത്രി ഉണ്ടല്ലോ, കേരളത്തിൽ ജയിച്ച ആളല്ല. കേരളത്തിന് എന്തു നൽകി? ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളത്തിന് തരാമെന്ന് മന്ത്രി സമ്മതിച്ച എൻ്റെ ചോദ്യത്തിൻ്റെ മറുപടിയിൽ സമ്മതിച്ചാണ്. എസ്റ്റിമേറ്റ് കമ്മിറ്റിയിൽ ഞാൻ ഹെൽത്ത് സെക്രട്ടറിയെ, കേന്ദ്ര ഹെൽത്ത് സെക്രട്ടറിനെ വിളിച്ച് ചോദിച്ചപ്പോൾ അധികം പോസിറ്റീവായിട്ട് പറഞ്ഞാണ്. എന്തുകൊണ്ട് നിഷേധിച്ചു? ഫിനാൻസ് വകുപ്പിൽ 2 കൊല്ലമായിട്ട് കിടക്കുകയാണ്. എന്നാൽ ഈ കേന്ദ്രമന്ത്രിക്ക് എത്ര സ്വാധീനം ഉണ്ടെങ്കിൽ എന്തുകൊണ്ടത് സാങ്ഷനാക്കി തന്നില്ല? സ്ഥലം കൊടുത്തു. ഞാൻ പറഞ്ഞു, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇന്ന സ്ഥലം എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് വല്ല ഡൗട്ടും ഉണ്ടെങ്കിൽ നിങ്ങൾ സംഘത്തിന് വിട്. ഏത് സ്ഥലം സംസ്ഥാന സർക്കാർ എടുത്തു കൊടുക്കണം. സംസ്ഥാന സർക്കാർ സമ്മതിച്ചു ആ കാര്യത്തിൽ. എന്തുകൊണ്ട് നടന്നില്ല? ഒരു കേന്ദ്രമന്ത്രിനെ കിട്ടിയല്ല ആയോ? അത് മാത്രമല്ല, 2 സഹമന്ത്രിമാരിപ്പോൾ മത്സരിക്കുകയല്ലേ. സുരേന്ദ്രൻ പറയുന്നുണ്ട്, ശോഭാ സുരേന്ദ്രൻ, അത് പിന്നെ ജയിക്കില്ല എന്നറിയാവുന്നതുകൊണ്ടായിരിക്കും, ശോഭാ സുരേന്ദ്രൻ ജയിച്ചാലും കേന്ദ്രമന്ത്രിയാണെന്ന് പറഞ്ഞു. ഇതിങ്ങനെ മന്ത്രിമാരെ ഗ്യാരണ്ടി കിട്ടിയിട്ട് കാര്യമൊന്നുമില്ല. കേരളത്തിന് കിട്ടേണ്ട ഒരു കാര്യങ്ങളും തന്നിട്ടില്ല. വന്ദേ ഭാരത് എന്ന എല്ലാ സ്റ്റേറ്റിനും കൊടുക്കുന്നുണ്ട്, അതിൻ്റെ ഒരു പങ്ക് കിട്ടിയത് മാത്രമേ ഉള്ളൂ. അതും സ്വന്തമായിട്ട് ആഘോഷമാക്കാൻ നോക്കി, നടന്നില്ല എന്ന് മാത്രം. കോൺഗ്രസ് ഇവിടെ രാഹുൽ ഗാന്ധി കൂടെ വരുന്നു ഇനി. അപ്പോൾ ദേശീയ തലത്തിലേക്ക് കൂടെ കൂടുതൽ നേതാക്കളുടെ സാന്നിധ്യം പ്രചാരണത്തെ എങ്ങനെയായിരിക്കും? അത് വരട്ടെ, ദേശീയ നേതാക്കളൊക്കെ വരട്ടെ, മത്സരം കൊടുക്കട്ടെ. വളരെയധികം നന്ദി. എന്തായാലും പത്മജ എഫക്റ്റ് തൃശ്ശൂരിൽ ഇല്ല എന്ന് മുരളീധരൻ ഉറപ്പിച്ചു പറയുകയാണ്. കോൺഗ്രസിന് കൂടുതൽ വനിതാ വോട്ടർമാരുടെ പിന്തുണ ഇത്തവണ ഉണ്ട് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ നിരവധി വനിതകൾ അവിടെ എത്തി എന്നുള്ളത് കൂടി അദ്ദേഹം ഊന്നി പറയുന്നുണ്ട്. മറ്റൊന്ന് ക്രൈസ്തവ സഭകളുടെ വോട്ട്, അത് BJP കണ്ണുവെക്കേണ്ട, അത് BJPക്ക് കിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നു. തൃശ്ശൂരിൽ BJP ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് കാരണം സുരേഷ് ഗോപി വന്നപ്പോഴുണ്ടായിരുന്ന വോട്ട് ശതമാനത്തിലുള്ള വർധനയാണ്. അത് ഇത്തവണ നടക്കില്ല എന്നുകൂടി ഉറപ്പിച്ച് പറയുകയാണ് മുരളീധരൻ. അതായത് മുരളീധരൻ വിജയം ഉറപ്പിച്ച് തന്നെയാണ്, ആത്മവിശ്വാസത്തിലാണ് ഇപ്പോഴും ഉള്ളത്. അവസാനമാണ് പ്രചാരണത്തിൽ ഇറങ്ങിയത് എങ്കിലും ഒരു പടി മുന്നിൽ തന്നെയാണ് താനെന്നും ആവശ്യത്തിലധികം സമയം ലഭിച്ചു എന്നുമാണ് മുരളീധരൻ അപർണയോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. എന്തായാലും എതിർ സ്ഥാനാർത്ഥികൾ ഇരുവരും ശക്തരാണ്. തൃശ്ശൂർ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട മണ്ഡലമാണ് എന്ന് തന്നെ അദ്ദേഹം പറയുന്നുമുണ്ട്. അതാണ് എന്തായാലും തൃശ്ശൂരിനെ സംബന്ധിച്ച് പൂരക്കാലമാണ്. ഒപ്പം തെരഞ്ഞെടുപ്പ് ചൂടും, വലിയ ആവേശം. തൃശ്ശൂരുകാരെ സംബന്ധിച്ച് ആവേശത്തിൽ ഒട്ടും പിന്നിൽ നിൽക്കുന്നവരല്ല. അതുകൊണ്ട് തന്നെ ഈ 2
കാര്യങ്ങൾ കൂടി, രണ്ട് സംഭവങ്ങൾ കൂടി ഒരുമിച്ച് വരുന്നൊരു സമയത്ത് എത്രത്തോളം ആവേശത്തിലാണ് തൃശ്ശൂർ എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രണ്ടാം ഘട്ടത്തിലേക്കും മൂന്നാം ഘട്ടത്തിലേക്കുമൊക്കെ പ്രചാരണം എത്തി തുടങ്ങി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അപർണ കുറുപ്പ് തന്നെ തൃശ്ശൂരിൽ നിന്നും തത്സമയം ചേരുകയാണ്. അപർണ, തൃശ്ശൂര് പൂരം, ഒപ്പം ഇന്നിപ്പോൾ സാമ്പിൾ വെടിക്കെട്ട് തുടങ്ങുകയാണ്, ഒപ്പം തെരഞ്ഞെടുപ്പിന്റെ ആവേശം അതും അങ്ങേയറ്റം നിൽക്കുകയാണ്. ആവേശത്തിൽ ഒട്ടും പിന്നിലല്ല തൃശ്ശൂരുകാര്. എങ്ങനെയാണ് പ്രചാരണം? മുന്നണികളൊക്കെ എത്രത്തോളം സാധ്യത അവർക്ക് കൽപ്പിക്കുന്നുണ്ട്? അശ്വതി, നമ്മൾ 3 സ്ഥാനാർത്ഥികളുമായും സംസാരിച്ചു കഴിഞ്ഞ ശേഷം കൂടിയാണ് ഇങ്ങനെ ഒരു വിലയിരുത്തലിനായിട്ട് ഇവിടെ നിൽക്കുന്നത്. നമുക്ക് അറിയുന്ന പോലെ തന്നെ പ്രവചനാതീതമായ ഒരു മത്സരം നടക്കുന്ന മണ്ഡലമാണ്. എന്തെല്ലാം വിഷയങ്ങൾ, എല്ലാ മുന്നണികളെ സംബന്ധിച്ചിടത്തോളം പ്രസ്റ്റീജ് മത്സരമാണ്. എല്ലാവർക്കും പ്രതീക്ഷ ഒരുപോലെയുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാനിന്ന് തൃശ്ശൂരിലെത്തി 2ാം ദിവസം മണ്ഡലത്തിലെത്തുമ്പോൾ കൃത്യമായിട്ട് എന്തെല്ലാം വിഷയങ്ങളാണ് വോട്ട് നിലയെ സ്വാധീനിക്കുക, വോട്ടർമാരെ സ്വാധീനിക്കുക എന്നെ സംബന്ധിച്ച് ഏകദേശ ചിത്രം നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസം ഇടത് വലത് മുന്നണികൾക്ക് തന്നെയാണ് എന്ന് പറയേണ്ടതായിട്ട് വരുന്നു. കൃത്യമായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ CPIയെ സംബന്ധിച്ചിടത്തോളം VS സുനിൽകുമാറിനെ പോലെയുള്ള ഒരു കാൻഡിഡേറ്റിനെ രംഗത്തിറക്കി ഒരു വലിയ രീതിയിലുള്ള ജനപിന്തുണ നേടിയെടുക്കാൻ കഴിയും, അത് ഉറപ്പാക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അപ്പോൾ പോലും കരുവന്നൂര് ഒരു വലിയ വിഷയമായിട്ട് ഉയർന്നു വരാനുള്ള സാധ്യത പല നിയമസഭാ മണ്ഡലങ്ങളിലും, കരുവന്നൂർ ഉൾപ്പെട്ട മണ്ഡലങ്ങളടക്കം, പുതുക്കാട് അടക്കമുള്ള മണ്ഡലങ്ങളിലെല്ലാം അത് ഏത് രീതിയിലാണ് ബാധിക്കുക എന്നുള്ളൊരു ആശങ്ക ഒരല്പമെങ്കിലും ഇടത് ക്യാമ്പിനകത്തുണ്ട് എന്ന് പറയാതെ വയ്യ. നമ്മളോട് ഇടത് സ്ഥാനാർത്ഥി പറയുന്നത് ഇത് വ്യക്തമായിട്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്, ജനങ്ങൾ അതനുസരിച്ച് മനസ്സിലാക്കും എന്ന് പറയുന്നുണ്ടെങ്കിലും ആ വോട്ടുകൾ അത് UDFന് അനുകൂലമായിട്ട് വരാനുള്ളൊരു സാധ്യതയുണ്ടോ എന്നുള്ളൊരു വിലയിരുത്തലുകൾ ഒരു വശത്ത് നടക്കുന്നുണ്ട്. അതാണ് കരുവന്നൂർ വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാവുന്ന കാര്യം. കോൺഗ്രസ് ക്യാമ്പിലോട്ടാണ് നമ്മൾ ചെല്ലുന്നതെങ്കിൽ കെ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അവസാനമാണ് മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. പ്രധാനപ്പെട്ട ഈ ഫാക്ടറുകൾ തന്നെ കോൺഗ്രസിനും UDFനും ഗുണകരമാകും എന്നൊരു വിലയിരുത്തൽ കോൺഗ്രസ് ക്യാമ്പിനകത്ത് നടക്കുന്നു. അപ്പോഴും ക്രൈസ്തവ വോട്ടുകൾ അത് വീതിച്ചു പോകാനുള്ള ഒരു സാധ്യത ആ ഒരു വശത്ത് കാണുന്നുണ്ട്. പൊതുവെ കഴിഞ്ഞ തവണ TN പ്രതാപന് കിട്ടിയത് 1 ലക്ഷത്തിൽ താഴെയുള്ള ഒരു ഭൂരിപക്ഷമാണ്. ഇത്തവണത്തെയുള്ള ശക്തമായ മത്സരത്തിൽ അത് ഏത് തരത്തിലേക്ക് ഉറപ്പാക്കാൻ കഴിയും എന്നുള്ളൊരു സംശയം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളമുണ്ട്. പക്ഷേ UDFനും വലിയ പ്രതീക്ഷ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലവുമായി ബന്ധപ്പെട്ടുണ്ട്. പ്രധാനപ്പെട്ടത് BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപി, BJPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്ന സ്റ്റാർ മണ്ഡലങ്ങളിൽ ഒന്നുകൂടിയാണ് തൃശ്ശൂർ. അതനുസരിച്ചിട്ടുള്ള പ്രതീക്ഷ BJPയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പലതവണ വരികയും കേന്ദ്രമന്ത്രിയായിരിക്കും ഇവിടെ സ്ഥാനാർത്ഥി ജയിക്കുകയാണെങ്കിൽ ഉണ്ടാവുക എന്നൊരു ഗ്യാരണ്ടി എല്ലാ പ്രചാരണങ്ങളിലും എല്ലാ പോസ്റ്ററുകളും നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ സമുദായ വോട്ടുകൾ, ക്രൈസ്തവ സമുദായത്തിന്റെ വോട്ടുകൾ, ഈഴവ സമുദായത്തിന്റെ വോട്ടുകളെല്ലാം നിർണായകമാകുന്ന ഒരു മണ്ഡലം കൂടിയാണ് തൃശ്ശൂർ. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സാധ്യത അല്ലെങ്കിൽ കൂടുതൽ പ്രതീക്ഷ ഇടത് വലത് മുന്നണികൾക്ക് എന്നുള്ളത് പറയുമ്പോഴും BJPയെ തള്ളിക്കളയാൻ കഴിയുന്ന ഒരു സാഹചര്യം തൃശ്ശൂരിലില്ല. സ്വാഭാവികമായിട്ടും ആ രീതിയിലുള്ള ഒരു വലിയ ഒരു വോട്ട് വീതത്തിലേക്ക് BJP കടക്കുകയാണെങ്കിൽ അത് ഒരു പക്ഷേ ഒരു വിജയ സാധ്യതയിലേക്ക് എത്തുമോ എന്നുള്ള ഒരു സംശയമുണ്ട്. ഇന്നിപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ സാമ്പിൾ വെടിക്കെട്ട് ഇന്ന് നടക്കുന്നു. പൂരത്തിലേക്ക് കിടക്കുമ്പോൾ ഒരു 2 ദിവസം അതൊരു ചെറിയ ഒരു പ്രചാരണത്തിന് നഗരത്തിൽ ഒരു ചെറിയ ഗ്യാപ്പ് വരുന്നുണ്ടെങ്കിൽ പോലും ഫുൾ ഫ്ലഡ്ജ് ആയിട്ട് തന്നെ പൂർണ്ണമായ തോതിൽ പ്രചാരണം മറ്റ് നഗരത്തിന് പുറത്തുള്ള പ്രദേശങ്ങളിലെല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സ്ഥാനാർത്ഥികൾ. രാവിലെ തൊട്ട് രാത്രി വരെ നീളുന്ന പ്രചാരണം നടക്കുന്നു. എല്ലാ സ്ഥലങ്ങളിലും പോയി വോട്ടുറപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വളരെ ടൈറ്റായിട്ടുള്ള ഒരു മത്സരത്തിലേക്ക് തന്നെ തൃശ്ശൂർ പോകുന്നു. അതിനിടയിൽ എല്ലാ ദേശീയ നേതാക്കളും, പ്രധാനമന്ത്രി വന്നതിന് പുറമെ അടുത്ത ആഴ്ച ഈ ആഴ്ചയുടെ അവസാനം രാഹുൽ ഗാന്ധിയും തൃശ്ശൂരിലെത്തുകയാണ്. അങ്ങനെ ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന, ദേശീയ മാധ്യമങ്ങൾ തന്നെ തമ്പടിച്ചിരിക്കുന്ന ഒരു മണ്ഡലമായിട്ട് തന്നെ തൃശ്ശൂർ മാറുന്നുണ്ട്. ആ രീതിയിലുള്ള ഫോക്കസ് 3 മുന്നണികളും കൃത്യമായി ഈ തെരഞ്ഞെടുപ്പിന് കൊടുക്കുന്നതോടുകൂടി
ഇത്രയും ശക്തമായിട്ടുള്ള ഒരു മത്സരം മറ്റു മണ്ഡലങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നടക്കുന്നു എന്ന് ആവർത്തിച്ച് തന്നെ പറയേണ്ടതായിട്ട് വരുന്നു. ശരി, അപർണ കുറുപ്പാണ് തൃശ്ശൂരിൽ നിന്നും വിശകലനങ്ങൾ നൽകിയത്. കെ സുരേന്ദ്രനും ചില കണക്കുകൂട്ടലുകളൊക്കെ ഉണ്ട്, അതിലേക്കാണ് നമ്മൾ പോകുന്നത്. BJPക്ക് ഇത്തവണ കൂടുതൽ ക്രൈസ്തവ വോട്ടുകൾ കിട്ടുമെന്ന് കെ സുരേന്ദ്രൻ. ക്രൈസ്തവ സമൂഹത്തിനിടയിൽ വലിയ രീതിയിൽ സ്വതന്ത്ര ചിന്താഗതിയുണ്ട്. ഇതുവരെ കിട്ടാതിരുന്ന ക്രിസ്ത്യൻ വോട്ടുകൾ ഇത്തവണ BJPക്ക് കിട്ടും. SDPIയും PDPയും ജമാഅത്തെ ഇസ്ലാമിയും ഒരേ ചിന്തയുള്ളവരാണ്. ഇവരെ വെള്ളപൂശുകയാണ് ഇടത് വലത് മുന്നണികൾ ചെയ്യുന്നത്. ഈ നിലപാട് ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ വലിയ വികാരമുണ്ടാക്കിയെന്നും കെ സുരേന്ദ്രൻ ന്യൂസ് 8നോട് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചരണം അതിന്റെ ഏറ്റവും അവസാന ലാപ്പിലേക്ക് കടക്കുകയാണ്. സംസ്ഥാനത്ത് വലിയ പ്രതീക്ഷയുമായി BJP നിൽക്കുകയാണ്. എനിക്കൊപ്പം ഉള്ളത് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ്. സ്വാഗതം ശ്രീ കെ സുരേന്ദ്രൻ. ഈ ക്രൈസ്തവ വിഭാഗങ്ങളുമായി പലതരത്തിൽ അടുക്കാനുള്ള ശ്രമങ്ങളോ അല്ലെങ്കിൽ പല ബിഷപ്പുമാരും അടുപ്പത്തോടെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനിടയ്ക്ക് ഇന്നും ഇപ്പോൾ ദീപികയുടെ മുഖപ്രസംഗം പ്രധാനമന്ത്രിക്കെതിരെ അടക്കം പറയുകയാണ് ദീപിക ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇലക്ട്രൽ ബോണ്ട് വിഷയം, അതേപോലെ ഈ ഉധംപൂരിൽ പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗം, അത് ഈ മതം ഉപയോഗിച്ചുകൊണ്ട് വോട്ട് പിടിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നതടക്കം ഒരു കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. ഒരു നിരന്തര പ്രചരണത്തിലേക്ക് ദീപിക തെരഞ്ഞെടുപ്പ് കാലത്ത് എത്തി എന്ന് പറയുമ്പോൾ അതിനെ എങ്ങനെയാണ് കാണുന്നത്? അല്ല, അതിനെതിരായി ചിന്തിക്കുന്ന വലിയൊരു വിഭാഗം വേറെയുണ്ട്. നമ്മളിപ്പോ ഒരു എല്ലാത്തിന്റെ അട്ടിപ്പേര് ഏതെങ്കിലും ഒരു വ്യക്തിക്കാണെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലാണെന്നോ നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കുന്നത്? ക്രൈസ്തവ സമൂഹത്തിനിടയിൽ വലിയ സ്വതന്ത്ര ചിന്താഗതിയുണ്ട്. ഞാനൊരു കാര്യം പറയാം. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ക്രൈസ്തവ സമൂഹത്തിന്റെ വോട്ട് പൂർണ്ണമായിട്ടും UDFനായിരുന്നു. നമ്മുടെ മുമ്പിലുള്ള വസ്തുതയാണത്. നമ്മുടെ യാഥാർത്ഥ്യവും പിന്നെ സങ്കല്പമല്ല, യാഥാർത്ഥ്യം അതാണ്. അത് കഴിഞ്ഞ് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഈ കെ മാണിയുടെ പാർട്ടിയൊക്കെ ഇപ്പുറത്തേക്ക് പോവുകയും മാറ്റങ്ങളൊക്കെ വരികയും ചെയ്തു. കുറച്ച് ഷെയർ അവർക്ക് കിട്ടി LDFന്. അതായത് UDFന് പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരുന്ന ക്രൈസ്തവ വിഭാഗത്തിന്റെ വോട്ട് കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFനും കിട്ടി. അതും ശരിയാണ്. എന്നാൽ ഇത്തവണത്തെ വ്യത്യാസം BJPക്കും NDAക്കും അത്തരത്തിലുള്ള ഷെയർ കിട്ടുമെന്നുള്ളതാണ്. ഞങ്ങൾക്ക് ഇതുവരെ കിട്ടാതിരുന്ന ക്രൈസ്തവ വിഭാഗത്തിന്റെ പിന്തുണ ഒരു ഷെയർ ഇത്തവണ ഞങ്ങൾക്കും കിട്ടും. അങ്ങനെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രമായി ക്രിസ്ത്യൻ വോട്ടുകൾ പോവുമെന്ന് നമ്മൾ കരുതേണ്ടതില്ല. ഞാൻ വളരെ വ്യക്തമായും പറയുന്നു, ഇത്തവണ LDFനും UDFനും മാത്രമല്ല NDAക്കും ക്രൈസ്തവ വിഭാഗത്തിന്റെ വലിയ പിന്തുണ കിട്ടും. അതിൽ യാതൊരു സംശയവുമില്ല. അത് എത്ര പ്രതീക്ഷിക്കുന്നുണ്ട് ശ്രീ കെ സുരേന്ദ്രൻ? അത് ഓരോ മണ്ഡലത്തിലെയും വിജയസാധ്യതയ്ക്ക് അനുസരിച്ചാണ്. അതായത് വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിലെല്ലാം അത് മറ്റുള്ളവർക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ഞങ്ങൾക്ക് കിട്ടും. ഒട്ടും വിജയസാധ്യത ഇപ്പം 3 കാറ്റഗറിയിലാണ് ഇവിടെ നടക്കുന്ന മത്സരങ്ങളെല്ലാം. ഒന്ന് NDAയും LDFും തമ്മിൽ ചില മണ്ഡലങ്ങളിൽ, ചില മണ്ഡലങ്ങളിൽ NDAയും UDFും തമ്മിൽ, ചില മണ്ഡലങ്ങളിൽ LDFും UDFും തമ്മിൽ. ഉദാഹരണത്തിന് മലപ്പുറം ജില്ലയിലോ അല്ലെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ പറയാം. അതായത് LDFും UDFും തമ്മിൽ ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളുണ്ട്. ആ മണ്ഡലങ്ങളിലൊക്കെ കിട്ടുന്ന ശതമാനം എത്രയാവോ അതല്ല ഇവിടെ വിജയസാധ്യത കൂടുതലുള്ള മണ്ഡലങ്ങളിൽ, ഇങ്ങനെയൊക്കെ പല കാര്യങ്ങൾ നോക്കിയിട്ടാണ്. PDPയുടെ പിന്തുണയെ കുറിച്ച് മുഖ്യമന്ത്രി പറയുന്നത് SDPയുടെ പിന്തുണയും PDPയുടെ പിന്തുണയും ഒരുപോലെ കാണേണ്ടതല്ല. പ്രത്യേകിച്ച് UDFുമായി SDPI നേരത്തെ ഒരു ഡീൽ ഉണ്ടാക്കിയ ശേഷമാണ് SDPI അങ്ങനെ ഒരു പിന്തുണ പ്രഖ്യാപിക്കുന്നത് എന്നുള്ളതാണ്. എങ്ങനെയാണ് അതിനെ ഈ രണ്ട് വിഷയങ്ങളും ഫലത്തിൽ എങ്ങനെയാണ് BJP കാണുന്നത്? അല്ല, SDPIയും PDPയും ജമാഅത്തെ ഇസ്ലാമിയും ഇപ്പൊ 3 കക്ഷികളാണ്, 3 സംഘടനകളാണ് ഇപ്പൊ പിന്തുണയുമായി ഇടതിനും വലതിനും വെവ്വേറെ കൊടുത്തിരിക്കുന്നത്. ഈ 3ഉം ഒരേ ചിന്താഗതിക്കാരായിട്ടുള്ള ആൾക്കാരാണ്. ഒന്ന് നിരോധിത ഭീകരവാദ സംഘടനയായിട്ടുള്ള PFIയുടെ രാഷ്ട്രീയ കക്ഷി എന്നുള്ള നിലയിൽ SDPIയുടെ അപകടം അവിടെ ഇരിക്കുന്നു. അതിന് സമാനമായ ആശയങ്ങൾ തന്നെയാണ് PDPക്കും, അതിന് സമാനമായ ആശയങ്ങൾ തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിക്കും. ജമാഅത്തെ ഇസ്ലാമിയാണ് ഇവരുടെ എല്ലാം ആശയപരമായ അടിത്തറ. മൗദൂദിയൻ ചിന്താഗതിയാണ്. ഒരു വിഭാഗം മാത്രത്തെ അംഗീകാരമുള്ളൂ, ഒരു ചിന്താഗതി മാത്രമേ ഇവിടെ ഉള്ളൂ, ബാക്കിയുള്ളെല്ലാം കാഫറുകളാണ്, ഒരൊറ്റ വഴിയേ ഉള്ളൂ ഈശ്വരനിലേക്ക്. അങ്ങനെയുള്ള ഒരു ഫണ്ടമെന്റൽ എന്നുള്ള വാക്കല്ല അതിനെ ഉപയോഗിക്കേണ്ടത്, അത്രയും മതപരമായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു റാഡിക്കൽ എലിമെന്റ്സ് ആണ് ഇവരെല്ലാം. ഇവരെല്ലാം വെള്ളപൂശുന്ന സമീപനമാണ് രണ്ടു കൂട്ടരും സ്വീകരിക്കുന്നത്. അപ്പോൾ ഒന്ന് കുറവാണ്, തീവ്രത കുറവാണോ ഒന്ന് തീവ്രത കൂടുതലാണെന്ന് എങ്ങനെ പറയാൻ സാധിക്കും? കേരളത്തിൽ എത്ര കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയ ആളാണ്. കോയമ്പത്തൂർ ബോംബ് സ്ഫോടന കേസിൽ പ്രതിയായിരുന്ന ആളാണ്. അവിടെ 100 കണക്കിന് ആളുകളാണ് മരിച്ചത്. കേരളത്തിൽ എത്രയോ സ്ഥലങ്ങളിൽ വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മദനിയുടെ ചെറുപ്പകാലത്ത് നടത്തിയ സംഭവങ്ങളൊന്നും കേരളം മറന്നിട്ടില്ല. അപ്പൊ ഇതെല്ലാം അത്തരത്തിലുള്ള പാർട്ടികളുമായിട്ട് ചേരാൻ
അവർക്ക് ധൈര്യം വരുന്നത് അവര് ഒരു വിഭാഗത്തിന്റെ പിന്തുണ കൊണ്ട് ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയും, ബാക്കി രാജ്യത്ത് മറ്റാരെക്കുറിച്ച് ഞങ്ങൾക്ക് വേവലാതിപ്പെടേണ്ടതില്ല എന്നുള്ള ഒരു അഹങ്കാരത്തിന്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷെ ഇത്തവണ അതിന് മാറ്റം വരും. കാരണം ഈ വർഗീയ ശക്തികളുമായി ചേർന്ന് LDFും UDFും പ്രചാരണം നടത്തുന്നതിൽ മറുപക്ഷത്ത് വലിയ വികാരമുണ്ട്, ഹിന്ദുക്കളുടെയിലും ക്രിസ്ത്യാനികളുടെയിലും. അതാണ് ഇവിടെ കാണുന്നത്. ഒരു സിനിമ കാണിക്കുമ്പോഴേക്കും അതിനെതിരെ ബഹളം വയ്ക്കുന്നു. അതാണ് ഇവിടുത്തെ പ്രശ്നം. CAയുടെ പേരിൽ പറഞ്ഞ് ഇത്രയും ബഹളം ഉണ്ടാക്കുന്നവര് മറ്റു ഉള്ളവരുടെ പ്രശ്നങ്ങൾ കാണുന്നേയില്ല. ഇതെല്ലാം കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ മാറി ചിന്തിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ്. എന്തായാലും അതാണ് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. ഡബിൾ ഡിജിറ്റ്, അതായത് ഇരട്ട അക്ക സീറ്റുകൾ, അതായത് 10-ലധികം സീറ്റുകൾ എന്ന പ്രതീക്ഷ തന്നെയാണ് അവർ പങ്കുവയ്ക്കുകയും ചെയ്യുന്നത്. എന്തായാലും എല്ലാ ആശംസകളും K. സുരേന്ദ്രൻ. ജി ശ്രീജിത്ത് തന്നെ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീജിത്ത്, ആദ്യം മുതൽക്കേ ക്രൈസ്തവരെ ചേർത്ത് നിർത്താനുള്ള ശ്രമം അത് BJPയുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുണ്ടായിരുന്നു. ഇപ്പോൾ 9 ദിവസം മാത്രം ശേഷിക്കെ, പോളിംഗ് ബൂത്തിലെത്താൻ 9 ദിവസം മാത്രം ശേഷിക്കെ വലിയ പ്രതീക്ഷ പങ്കുവെക്കുകയാണല്ലോ BJP സംസ്ഥാന അധ്യക്ഷൻ. ക്രൈസ്തവ സമൂഹത്തിലെ സ്വതന്ത്ര ചിന്താഗതിക്കാർ തങ്ങൾക്ക് വോട്ട് ചെയ്യും, ഇതുവരെ കിട്ടാത്ത വോട്ടുകളും ഇത്തവണ തങ്ങൾക്ക് കിട്ടുമെന്ന് പറയുന്നു. എങ്ങനെ കാണണം ഇതിനെ? തീർച്ചയായും BJPയുടെ ഒരു ആഭ്യന്തര കണക്കുകൂട്ടൽ എന്ന നിലയിൽ കാണുക എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കഴിയുക. അശ്വതി, പ്രത്യേകിച്ച് BJP കഴിഞ്ഞ കുറെ കാലമായി ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് വേണ്ടി വാദിക്കാറുണ്ട്, പല വിഷയങ്ങളും വാദിക്കാറുണ്ട്. പക്ഷെ അതിനിടയിലാണ് മണിപ്പൂർ സംഭവം ഉണ്ടാകുന്നത്. അത് ക്രൈസ്തവർ സഭകൾക്കിടയിൽ വലിയ അതൃപ്തിക്ക് കാരണമാകുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ പിന്നെയും അത് മറികടക്കാനുള്ള പല ശ്രമവും BJPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. പക്ഷെ ഇടയ്ക്കിടെ ദീപികയും അതേപോലെ തന്നെ കത്തോലിക്ക സഭയുടെ മുഖപ്രസംഗങ്ങളും ഇതിലൊക്കെ BJPയെ കുറ്റപ്പെടുത്തുന്നത് കണ്ടിരുന്നു. തൃശ്ശൂരാണെങ്കിലും കത്തോലിക്ക കോൺഗ്രസിന്റെ മുഖപത്രത്തിന്റെ ലേഖനത്തിൽ സുരേഷ് ഗോപിയെ കുറ്റപ്പെടുത്തിയതും മണിപ്പൂർ വിഷയത്തിൽ അദ്ദേഹം മിണ്ടിയില്ല എന്നൊക്കെ പറയുന്നതും ഒക്കെ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ രൂപത തന്നെ അത് തങ്ങളുടെ ഔദ്യോഗിക നിലപാടല്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. എന്തായാലും ദീപികയിൽ ഇന്നലെയും അതിനു മുൻപുള്ള ദിവസങ്ങളിലും ഒക്കെ BJPയെയും പ്രധാനമന്ത്രിയൊക്കെ വിമർശിച്ചുള്ള മുഖപ്രസംഗം വന്നിരുന്നു. ഇതിനെക്കുറിച്ചുള്ള ചോദ്യത്തിനാണ് ഈ ഏതെങ്കിലും ഒരു വിഭാഗം എഴുതിയതുകൊണ്ട് മാത്രം ക്രൈസ്തവ വിഭാഗത്തിനിടയിലെ വോട്ടുകൾ നഷ്ടപ്പെടില്ല, അതായത് തങ്ങൾക്ക് കിട്ടേണ്ട വോട്ടുകൾ നഷ്ടപ്പെടില്ല, അത് ഇതുവരെ കിട്ടാത്ത വോട്ടുകളാണ് എന്നുകൂടി K. സുരേന്ദ്രൻ പറയുകയാണ്. അതിന് പൊതുരാഷ്ട്രീയ സാഹചര്യം തന്നെ അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയാണ്. നമുക്കറിയാം ഈ പല സംഭവങ്ങളും പ്രാദേശികമായിട്ടും അന്താരാഷ്ട്ര തലത്തിലുമൊക്കെ നടക്കുന്ന സംഭവങ്ങൾ അത് പൊളിറ്റിക്കലി ഉപയോഗിക്കാൻ BJP ശ്രമിച്ചിട്ടുണ്ട്. അതിന്റെ ഫലം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും. സാധാരണഗതിയിൽ കോൺഗ്രസിന് കിട്ടിക്കൊണ്ടിരുന്ന വോട്ടുകളാണ്. ജോസ് കെ മാണി വിഭാഗം LDFിലെത്തിയതോടെ കോട്ടയത്തടക്കം അത് LDFിനും നേട്ടമായി മാറിയിട്ടുണ്ട്. പക്ഷെ അത് BJPക്ക് കിട്ടിയിരുന്നില്ല അത്തരത്തിലൊരു ശതമാനത്തിന്റെ വോട്ട്. അത് സുരേന്ദ്രൻ പറയുന്നത് എല്ലായിടത്തും അങ്ങനെ കിട്ടും എന്നല്ല, BJP വിജയിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ അത് തങ്ങൾക്ക് തന്നെ കിട്ടും എന്ന് പറയുന്നു. അത് അദ്ദേഹം പറയുന്നത് തിരുവനന്തപുരവും തൃശ്ശൂരും ഉറപ്പായും BJP വിജയിക്കും, മറ്റു മണ്ഡലങ്ങൾ കൂടി പിടിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഏതൊക്കെ മണ്ഡലമെന്ന് അദ്ദേഹം കൂടുതൽ വ്യക്തതയോടുകൂടി അദ്ദേഹത്തിന് ഈ സമയത്ത് പറയാൻ കഴിയുന്നില്ല. കാരണം പറഞ്ഞാൽ അത് മറ്റു മണ്ഡലങ്ങളെ ബാധിക്കുന്ന വിഷയമായതുകൊണ്ടാണ് താൻ പറയാത്തതെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഈ അഭിമുഖത്തിൽ ഒന്നടങ്കം അദ്ദേഹം വലിയ വിജയപ്രതീക്ഷ തന്നെയാണ് വെക്കുന്നത്. അതായത് ഈ ക്രൈസ്തവ വോട്ടുകൾ, സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വോട്ടുകൾ ഇത്തവണ അധികമായി BJPക്ക് ലഭിക്കും. അതിന് ദേശീയ രാഷ്ട്രീയ സാഹചര്യമുണ്ട്. നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിലേക്ക് വരുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഗുണമാകുന്നു എന്നാണ് സുരേന്ദ്രൻ പറയുന്നത്. ശരി ശ്രീജിത്ത്. മറ്റു വാർത്തകളുടെ വേളയ്ക്ക് ശേഷം ഇപ്പോൾ വടകരയിൽ KK രമയും ഉമാ തോമസും മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംപ്രേഷണത്തിൽ സോഷ്യൽ മീഡിയകൾ വഴി, മുഖമില്ലാത്ത ആളുകൾ വഴി, നേതാക്കന്മാർ വഴി ഒക്കെ വളരെ മോശമായ രൂപത്തിലേക്കുള്ള ലൈംഗിക ചുവയോടുകൂടിയുള്ള പരാമർശങ്ങൾ, വ്യക്തി അധിക്ഷേപങ്ങൾ ഒക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ആദ്യത്തെ അനുഭവമല്ല. നിരവധി കാലങ്ങളായി ഇതുപോലെ ഞങ്ങളെപ്പോലുള്ള സ്ത്രീകൾ ധാരാളമായി ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു സ്ത്രീ മാത്രമല്ല, ഞാൻ പറഞ്ഞ പൊതുരംഗത്ത് നിലപാടെടുക്കുന്ന, അത് മാധ്യമരംഗത്തുള്ള വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണിത്. അത്തരത്തിലൊരു പ്രശ്നങ്ങൾ പല സാഹചര്യത്തിൽ പലപ്പോഴായിട്ട് പരാതികൾ ഞങ്ങൾ പോലീസിന് കൊടുത്തതാണ്.
സൈബർ സെല്ലിന് പരാതികൾ കൊടുത്തതാണ്. പക്ഷെ എല്ലാ പരാതികളും അവിടെ കെട്ടിക്കിടക്കുകയല്ലാതെ ഒരു പരാതിയിൽ പോലും വസ്തുതാപരമായ അന്വേഷണം നടത്താനോ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനോ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും ഇത് തുടരുന്നതിന്റെ ഏറ്റവും പ്രധാന കാരണം. ഇപ്പോൾ ഏറ്റവും അവസാനം LDF സ്ഥാനാർത്ഥിക്ക് നേരെ ഇത്തരത്തിലൊരു ലൈംഗിക അതിക്രമം ആരോപണം ഉണ്ടായി എന്ന് പറയുന്നിടത്തേക്ക് അത് എത്തിച്ചത് അതിനുത്തരവാദി ഇവിടുത്തെ പോലീസ് സംവിധാനമാണ്. അതിനുത്തരവാദി ഇവിടുത്തെ സൈബർ വിങ്ങുകളാണ്, സൈബർ സെല്ലുകളാണ്. എന്തുകൊണ്ട് ഇതുവരെ ഒരു നടപടിയെടുക്കാൻ സാധിക്കാതെ പോയി എന്നതിനാണ് ഇപ്പോഴും ഇത് തുടരുന്നുണ്ട് എന്നുള്ളത്. എത്രയെത്ര സ്ത്രീകൾ എത്രയാണ് വളരെ മോശമായി, ഒരുപക്ഷെ പലരും ജീവിതം അവസാനിപ്പിക്കണമെന്ന് പോലും തോന്നുന്ന ഘട്ടങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളൊക്കെ അതിന്റെ ആളുകളാണ്. പല ഘട്ടത്തിൽ മാനസികമായിട്ട് തകർക്കാൻ, ശാരീരികമായിട്ട് ഈ ഒരു വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ എത്ര കാലമായി നേരിടുന്നു. എന്തുകൊണ്ട് അതിനൊരു അറുതി വരുന്നില്ല? എന്തേ അതിനെതിരെ ശക്തമായ നടപടിയെടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള ചോദ്യത്തിനടുത്താണ് ഇപ്പോൾ ഏറ്റവും അവസാനത്തെ ഈ ഒരു വിഷയം എത്തിയിരിക്കുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് മാർച്ച് മാസം 27-ാം തീയതി കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P. മോഹനൻ, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുഖ്യ ചുമതലയുള്ള ആൾ, പത്രസമ്മേളനം നടത്തി വടകരയിലെ LDF സ്ഥാനാർത്ഥിക്ക് ഉൾപ്പെടെ ഇതുപോലെയുള്ള ആരോപണങ്ങൾ, വ്യക്തിപരമായി അധിക്ഷേപങ്ങൾ നേരിടുന്നുണ്ട് എന്ന് പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് 20 ദിവസം കഴിഞ്ഞിട്ടാണ് ഇവിടുത്തെ LDF സ്ഥാനാർത്ഥി ഇന്നലെ കഴിഞ്ഞ ദിവസം വളരെ വേദനയോടുകൂടി ഒരു പത്രസമ്മേളനം നടത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. ഈ 20 ദിവസമായിട്ടും എന്തേ പോലീസ് ഒരു നടപടി എടുക്കാതിരുന്നത്? ഇപ്പോൾ LDF സ്ഥാനാർത്ഥി പറയുമ്പോൾ അവർ ഭരിക്കുന്ന വകുപ്പാണ്, അവരുടെ കയ്യിലാണ് പോലീസ്, അവരുടെ കയ്യിലാണ് ഈ സൈബർ വിങ്ങുകളുള്ളത്, സൈബർ സെല്ലുകളുള്ളത്. പക്ഷേ എന്തുകൊണ്ട് ഒരു നടപടിയും ഒരാളെ പോലും അറസ്റ്റ് ചെയ്യാൻ സാധിക്കാതെ പോയി? ആ ചോദ്യത്തിനാണ് ഉത്തരം തരേണ്ടത് ഇവിടുത്തെ സ്ത്രീകൾ. ഞങ്ങളൊക്കെ ഇരകളാക്കപ്പെട്ട ഇവിടുത്തെ എല്ലാ സ്ത്രീകളുടെയും ഒരൊറ്റ ചോദ്യം അതാണ്: എന്തേ ഞങ്ങൾ തരുന്ന പരാതികൾക്ക് ഒന്നുപോലും പരിഹാരമുണ്ടാകാൻ കഴിയാതെ പോയത്? അങ്ങനെ പരിഹാരമുണ്ടാകാത്തത് കൊണ്ടാണ് വീണ്ടും വീണ്ടും ഇത് ഉണ്ടാകുന്നത്. അപ്പൊ ആരുടെ ഭാഗത്തു നിന്നായാലും അത് കൃത്യമായി കണ്ടെത്തുകയും നിയമ നടപടി സ്വീകരിക്കാനും പോലീസ് തയ്യാറാകണം. പിന്നെ LDF സ്ഥാനാർത്ഥി പറഞ്ഞ മറ്റൊരു കാര്യം, ഇവിടെ മത്സരിക്കുന്ന ഞങ്ങളുടെ UDFന്റെ സ്ഥാനാർത്ഥി, UDFന്റെയും RMPയുടെയും പ്രതിനിധിയായി മത്സരിക്കുന്ന ഷാഫി പറമ്പിൽ എന്ന സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥിയുടെ നേതൃത്വത്തിലാണ് ഇതുപോലെയുള്ള പ്രചരണങ്ങൾ നടക്കുന്നത് എന്നതാണ് CPM നേതാക്കന്മാരും LDFന്റെ സ്ഥാനാർത്ഥിയും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് വളരെ കൃത്യമായിട്ട് ഞങ്ങൾ നിഷേധിക്കുകയാണ്. കാരണം ഏതെങ്കിലും ഒരു, ഞാൻ വെല്ലുവിളിക്കുന്നു, ഏതെങ്കിലും ഒരു ആളുടെ ഇതുപോലെയുള്ള നേതാക്കന്മാരുടെ പ്രൊഫൈൽ നിന്ന്, നേതാക്കന്മാരുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള ഒരു നടപടി ഉണ്ടായിട്ടുണ്ടോ? ഇവിടുത്തെ സ്ഥാനാർത്ഥി ഞങ്ങൾ ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ, അവരുടെ ഔദ്യോഗികമായ കാര്യമോ അദ്ദേഹം പറഞ്ഞ ഏതെങ്കിലും വാക്കുകൾ ഇതുപോലെയുള്ള ആക്രമണങ്ങൾ നടത്തുന്നതുണ്ടോ എന്നുള്ളത് അതില്ലാതെയാണ് ഇതുപോലെ സ്ഥാനാർത്ഥിയാണ് ഇത് നടക്കുന്നത് എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്, ശുദ്ധ നുണയാണ്. അത് യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് വഴിതിരിച്ചു വിടാനുള്ള നീക്കമാണ്. അത് അവസാനിപ്പിക്കണം. ഇവിടെ ഏറ്റവും പ്രശ്നം, ടീച്ചർക്കൊപ്പം ഞങ്ങൾ നിൽക്കുകയാണ്. ടീച്ചറുടെ ഈ ആരോപണത്തിന്റെ കൂടെ ഞങ്ങൾ നിൽക്കുന്നു. ഞാൻ ഉൾപ്പെടെയുള്ള ഇതൊക്കെ നേരിടുന്ന സ്ത്രീ സമൂഹം, അവിടെ ഒരു കക്ഷി രാഷ്ട്രീയവുമില്ല. ഞങ്ങൾ ഈ വിഷയത്തിൽ ഒന്നിച്ച് ഒറ്റക്കെട്ടായി നിൽക്കുന്നു. ഇത് ആരാണ് ചെയ്തത് എന്ന് കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ഇത് കാലങ്ങളായിട്ടുള്ള ഞങ്ങളുടെ ആവശ്യമാണ്. പക്ഷെ ഈ ആവശ്യത്തിനൊപ്പം ഇതുവരെ ഇതുപോലെയുള്ള, ഇന്നലെ ശ്രീമതി ടീച്ചറൊക്കെ വളരെ ശക്തമായി രംഗത്ത് വന്നത് കണ്ടു, സന്തോഷം. ഈ ഒരു വിഷയത്തിലെങ്കിലും അവർ അത്തരത്തിൽ രംഗത്ത് വന്നിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങളെപ്പോലുള്ള ആളുകളെ സന്തോഷിപ്പിക്കുന്നുണ്ട്. കാരണം സ്ത്രീകൾ ഒന്നിച്ചു നിൽക്കേണ്ടതാണ്. പക്ഷേ ഇതുവരെ അത്തരത്തിലുള്ള ഒരു കാര്യം ഞങ്ങൾക്കാർക്കും കാണാൻ സാധിച്ചിട്ടില്ല. CPMന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായ അതിക്രമങ്ങളെ ഈ ഒരു തരത്തിൽ ന്യായീകരിക്കുകയല്ലാതെ അതിനെതിരെ സംസാരിക്കുന്ന ഒരു രീതി ഉണ്ടായിട്ടില്ല. അത് മാറണം. അതുകൊണ്ട് ഈ വിഷയത്തിൽ വളരെ വ്യക്തമായി ആരാണിത് ചെയ്തത് എന്ന് കണ്ടെത്തുകയും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും ചെയ്യണം. അല്ലാതെ ഫേക്കായി കുറെ കാര്യങ്ങൾ പറഞ്ഞ് അവരാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് യഥാർത്ഥ വസ്തുതയിൽ നിന്നും വളച്ചൊടിക്കാനുള്ള ശ്രമം നടത്തരുത് എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പ്
വന്ന സമയത്ത്, പ്രഖ്യാപിച്ച സമയത്ത് ഇവിടുത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നത് പ്രധാനമായി ചർച്ച ചെയ്ത 1-2 വിഷയങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ടി.പി. ചന്ദ്രശേഖരന്റെ വധക്കേസ്, അതിന്റെ ഹൈക്കോടതി. പ്രധാനമായും 2 കാര്യങ്ങളാണ് കെ രമ പറഞ്ഞത്. ഈ സൈബർ ആക്രമണത്തിൽ കെ ശൈലജയ്ക്കൊപ്പം നിൽക്കുന്നു. ഇത്തരത്തിൽ സ്ത്രീകൾ സൈബർ ആക്രമണം, പൊതു ഇടത്തിൽ ഇറങ്ങി നിൽക്കുന്ന സ്ത്രീകൾക്ക് ഇത്തരത്തിൽ സൈബർ ആക്രമണം നേരിടേണ്ടി വരുന്നത് വളരെ മോശപ്പെട്ട കാര്യമാണ്. അക്കാര്യത്തിൽ ടീച്ചർക്കൊപ്പം നിൽക്കുന്നു. പക്ഷേ അതിന് പിന്നിൽ ഷാഫി പറമ്പിലാണ് എന്നുള്ള ആരോപണം തങ്ങൾ തള്ളുകയാണ്. ഇത് ആരാണ് ഇതിന് പിന്നിലെങ്കിലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാണ് കെ രമ ആവശ്യപ്പെട്ടത്. ഒമാനിൽ ഉൾപ്പെടെ കനത്ത മഴ പെയ്യുന്ന സാഹചര്യത്തിൽ കൊച്ചിയിൽ നിന്നും UAE-യിലേക്കുള്ള 3 വിമാന സർവീസുകൾ റദ്ദാക്കി. ദുബായിൽ നിന്ന് കേരളത്തിലേക്കുള്ള വിമാനങ്ങളും സർവീസ് നടത്തുന്നില്ല. ദുബായ് വിമാനത്താവളത്തിലേക്കുള്ള എല്ലാ വിമാനങ്ങളും വഴിതിരിച്ചുവിട്ടിരുന്നു. കനത്ത മഴയെ തുടർന്ന് UAE-യിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വീടുകളിൽ നിന്നും പുറത്തിറങ്ങരുതെന്നാണ് നിർദ്ദേശം. സർക്കാർ ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം അനുവദിച്ചു. വിദ്യാലയങ്ങൾക്ക് അവധിയാണ്. വരും മണിക്കൂറുകളിലും മഴ ശക്തമാകുമെന്നാണ് മുന്നറിയിപ്പ്. അതേസമയം ഒമാനിൽ മഴയിൽ മരണം 18. സമഗ്രമായ ഒരു വാർത്താ ദിനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് വാർത്താരംഭം പൂർണ്ണമാകുന്നു. നമസ്കാരം.